ബുക്ക് റിവ്യൂ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതൊരു റൈറ്റർ റിവ്യൂ ആയിരിക്കും. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒരു പുസ്തകം വായിച്ചു, ഒരു റാൻഡമായിട്ട് എവിടെ നിന്നോ കണ്ടൊരു റിവ്യൂവിൽ ഒരു പുസ്തകം വായിച്ചു, പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. ഇത് ഏകദേശം 95 കഥയുണ്ട് ഇതിനകത്ത്, 95 നമ്പറോളം അടുപ്പിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. 95. എനിക്കിപ്പോഴും എൻ്റെ 15 വയസ്സിന് താഴെയുള്ള ഒരു 10 കഥ എടുത്ത് എണ്ണി പറയാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ എന്താണ് ഏറ്റവും നല്ല ചോയ്സ് എന്ന് എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ, ഇന്ന് നമ്മൾ പറയുന്ന കാഷ്വലി പറയുന്ന പോലെ പുള്ളി അങ്ങനെ കാഷ്വലി കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പുള്ളിയുടെ ഒരു പ്രസംഗമുള്ള പള്ളിയിലെങ്ങാനുമാണ് ഞാനുണ്ടെങ്കിൽ ആ പ്രസംഗം മൊത്തം ഞാൻ കേൾക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. കാരണം അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഇറ്റ്സ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ എ സിംഗിൾ പേഴ്സൺ. ആക്ച്വലി ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. അങ്ങനെ മെൻഷൻ ചെയ്യാൻ മാത്രം വേർത്തി ആയിട്ടുള്ളൊരു റൈറ്ററാണ്. കഥകളുണ്ട് ഇതിനകത്ത്, സിനിമ ഉണ്ട് ഇതിനകത്ത്, മനുഷ്യൻ യു നെയിം ഇറ്റ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടോ, ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ പുസ്തകങ്ങളിൽ പുള്ളി. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ലാസ്റ്റ് വീഡിയോ ഒത്തിരി പേരെ സഹായിച്ചു എന്നറിയാൻ കഴിഞ്ഞു. ഒത്തിരി നല്ല കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദോസ് പീപ്പിൾ. ആൻഡ് ചെറിയ രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ കൂടുന്ന കാണുന്നുണ്ട്. വെരി താങ്ക് യു ആൻഡ് വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദോസ് പീപ്പിൾ ഹു ആർ സ്റ്റിൽ വാച്ചിങ്. ആൻഡ് എന്നോടൊപ്പം കൂടാൻ തീരുമാനിച്ച കുറച്ച് ആളുകളോടും ഒത്തിരി സന്തോഷം, സ്നേഹം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വേറെ ഒരു വീഡിയോ പറ്റി, അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. ഇത് ഒരു ബുക്ക് റിവ്യൂ ആണ്. അതായത് ബുക്കുകളെ പറ്റിയും ഒരു റൈറ്റർ, എനിക്കൊന്ന് ബുക്ക് റിവ്യൂ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതൊരു റൈറ്റർ റിവ്യൂ ആയിരിക്കും. ഇത് ഈ റൈറ്ററിനെ റിവ്യൂ ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങളിലൊന്ന്, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. നേരിട്ട് പരിചയം ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു മോട്ടിവേഷണൽ സ്പീക്കർ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ പേര് അറിയാത്തവരായിട്ട് അധികം ആളുണ്ടാവില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി താഴ്വായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഫിലോസഫിക്കൽ സ്പിരിച്വൽ ഗുരു എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. പല വീഡിയോകൾക്കും അദ്ദേഹം പറഞ്ഞു പോകുന്നതാണ്. ഹിസ് നെയിം ഈസ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായി പേര് കേൾക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ഡയറക്ടർ ജിസ് ജോയ് അറിയാമോ? അല്ലു അർജുൻ സിനിമയ്ക്കൊക്കെ മലയാളത്തിൽ ഡയലോഗ് ഡബ് ചെയ്യുന്ന ജിസ് ജോയ്. ഇപ്പോൾ ഇറങ്ങിയ വിജയ് സൂപ്പറും പൗർണമിയും പിന്നെ തലവൻ, ഈ സിനിമയുടെയൊക്കെ ഡയറക്ടറാണ്. ഈ പുള്ളിയുടെയൊക്കെ സിനിമകളുടെ ടൈറ്റിൽ കാർഡുകളിൽ നന്ദി ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എന്ന് എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ ഈ വ്യക്തി സംഭവം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇത് ആരാണ് ഈ സംഭവം എന്നുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഈ ജോസഫ് അന്നംകുട്ടി ജോസ്, ഞാൻ ഇനി തൊട്ട് ജോപ്പൻ എന്ന് പറയും, കാരണം അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ അദ്ദേഹത്തെ ജോപ്പൻ എന്നാണ് വിളിക്കുന്നത്. 3 പേരോട് ഒരുമിച്ച് പറയുക വീഡിയോയ്ക്ക് വീണ്ടും ലെങ്ത് കൂടും, അതുകൊണ്ട് ജോപ്പൻ എന്ന് പറയുള്ളൂ. അങ്ങനെ ജോപ്പൻ ഒരു ദിവസം ഒരു വീഡിയോയ്ക്കകത്തൊരു ബുക്ക് റിവ്യൂ ചെയ്തിരുന്നു. ഈ ബുക്കാണത്, അവൾ എന്നുള്ള പുസ്തകമാണ്. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ബ്ലർബ് അദ്ദേഹം വായിച്ചിട്ടാണ്, അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന ഈ വാചകങ്ങൾ വായിച്ചിട്ടാണ് അദ്ദേഹം ഇത് ഇൻട്രൊഡക്ഷൻ കൊടുത്തത് ആ ബുക്കിന്. അത് കേട്ട സമയം തൊട്ട് ഇത് എഴുതിയ ആളെ ഒന്ന് കാണണമല്ലോ, എന്താണെന്ന് കാണണമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഇത് ആരാണ്, ഇതെവിടെ ഉള്ളതാണ് എന്നൊക്കെ തിരക്കിപ്പോയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഒരു വൈദികനാണ്, ഒരു കപ്പൂച്ചിൻ സഭ വൈദികനാണ്. തുമ്പോളി, ആലപ്പുഴ തുമ്പോളിയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു എന്നൊക്കെ എനിക്ക് വളരെ കുറച്ച് അറിവുകൾ അങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഈ പുസ്തകം വാങ്ങി, അവളെന്നുള്ളൊരു പുസ്തകം വാങ്ങി, ഞാനിത് വായിച്ചു. ആൻഡ് ഈ പുസ്തകത്തിനകത്ത് പറയുന്ന, ഈ ബ്ലർബിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ പുസ്തകത്തിൽ. ഇത് വായിക്കാൻ തുടങ്ങുമ്പം, നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളിത് വായിക്കാൻ തുടങ്ങുമ്പം, നിങ്ങളൊരു പുരുഷനായാണ് ഇതിൽ പുസ്തകം തുടങ്ങുന്നതെങ്കിൽ, ഇത് അവസാനിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു സ്ത്രീയായി മാറിയിട്ടുണ്ടാവും. അതങ്ങനെ തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബിക്കോസ് ഇതൊരു അടിപൊളി പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ എന്നിട്ട് ഇത് എൻ്റെ ഒരു ടീച്ചറിന് ഞാനിത് പറഞ്ഞു, ടീച്ചർ ഇതൊന്ന് വായിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് ടീച്ചറിന് കൊടുത്തായിരുന്നു. പുള്ളിക്കാരി ഇത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ്, ഇത് സ്ത്രീകൾ വായിച്ചിട്ടൊന്നും വലിയായിട്ട് കിട്ടാനുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് പുരുഷന്മാർ വായിച്ചാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കുന്നതിന്. അപ്പം ഒത്തിരി നിങ്ങളുടെ ആൺ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പുരുഷന്മാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല പുസ്തകങ്ങൾ എന്നാണ്, സ്ത്രീകളോടാണ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ പുസ്തകങ്ങൾ എന്നാണ്, പുരുഷന്മാർക്കും നല്ലോണം വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്നാണ് അവൾ. അങ്ങനെയാണ് ആദ്യം ആയിട്ട് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എഴുത്തുകളിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് ഈ പുസ്തകത്തിനാണ്. ഓക്കെ, ഒരു പുസ്തകം വായിച്ചു, ഒരു റാൻഡമായിട്ട് എവിടെ നിന്നോ കണ്ടൊരു റിവ്യൂവിൽ ഒരു പുസ്തകം വായിച്ചു, പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ ഈ പുള്ളിക്ക് അഡിക്റ്റായി. എന്നിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തൊരു പുസ്തകം വാങ്ങി, വെറും ഒരു ഓർമ്മതൻ കുരുന്നു തൂവൽ, അങ്ങനെയാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല കുറേ ഓർമ്മക്കുറിപ്പുകളാണ്. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഏകദേശം 95 കഥയുണ്ട് ഇതിനകത്ത്, 95 നമ്പറോളം അടുപ്പിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. 95.
എനിക്കിപ്പോഴും എൻ്റെ 15 വയസ്സിന് താഴെയുള്ള ഒരു 10 കഥ എടുത്ത് എണ്ണി പറയാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ പുള്ളി എങ്ങനെയാണിത് ഈ 95 കഥകളിനകത്ത്, അതും 95 ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ, 95 ഡിഫറൻറ്റ് കഥകൾ, ഇത് എവിടെ നിന്ന് ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ആൻഡ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനങ്ങളതാണ്. വെയിറ്റ്, ഇതുകൊണ്ടും തീർന്നില്ല. അവിടെ നിന്നും എനിക്ക് പിന്നെ പുള്ളിയെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ പുള്ളിയുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്ന ഒരു, എന്താ പറയുക, നമ്മളൊരു എൻ്റെ ഒരു പേഴ്സണൽ എനിക്കൊരു അസുഖമുണ്ട്. അതായത് ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു കഫേ, എനിക്കിഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ്, എനിക്കിഷ്ടപ്പെട്ട ഒരു തുണിയെടുക്കാൻ പോകുന്ന സ്ഥലം, അതെനിക്ക് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട, ഞാൻ അവിടുത്തെ റെഗുലർ കസ്റ്റമറാണ്. പിന്നെ എനിക്ക് പിന്നെ വേറെ ഒരിടത്തും പോയി എടുക്കാൻ തോന്നത്തില്ല. അൺലെസ് ഓർ അണ്ടിൽ അവിടെ നിന്ന് എനിക്കൊരു ഒരു നെഗറ്റീവ് അനുഭവമോ അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടാതെ ആവുന്നത് വരെ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഞാൻ ഒരു റൈറ്ററിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആ ആളെ തൻ്റെ പുസ്തകങ്ങൾ മാത്രം ഇങ്ങനെ വായിച്ച് അങ്ങനെ പോകുന്നൊരു അസുഖമുണ്ട് ചില സമയത്ത്. അങ്ങനെ ഞാൻ അടുത്തൊരു പുസ്തകം വാങ്ങി, വിച്ച് ഇസ് കോൾഡ് ആസ് ചില്ല്. ഇതൊരു ദർശനം എന്നുള്ള ജോണറിലാണ് ഇത് എഴുതിയേക്കുന്നത്. ആൻഡ് വണ്ടർഫുൾ. ആർക്കെങ്കിലും ഒരു പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ എന്താണ് ഏറ്റവും നല്ല ചോയ്സ് എന്ന് എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ ഈ പുസ്തകമാണ് റെഫർ ചെയ്യുക. ചില്ല്. വണ്ടർഫുൾ റൈറ്റിംഗ്. നമ്മൾ പറയത്തില്ല, ഈ ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ, നമുക്ക് മനസ്സ് വയ്യാതിരിക്കുന്ന ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇതേതെങ്കിലും ഒരു പുസ്തകത്തിന് ഏതെങ്കിലും ഒരു പേജ് എടുത്ത് തുറന്ന് വായിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടുമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഈ പുസ്തകവും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് 2 പേജ് നിങ്ങൾ അടുപ്പിച്ച് വായിച്ചാൽ നിങ്ങൾ എത്ര വലിയൊരു ടഫ് സിറ്റുവേഷനിലൂടെയാണ്, ലൈഫിൻ്റെ എന്തൊരു ടഫ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിലും ദിസ് ക്യാൻ ഹെൽപ്പ്. ദിസ് ഇസ് ഫ്രീ തെറാപ്പി ഗൈസ്. ദിസ് ബുക്ക് ഇസ് എ ഫ്രീ തെറാപ്പി, അങ്ങനെയാണ് പറയണം. ദിസ് ബുക്ക് ഇസ് എ ഫ്രീ തെറാപ്പി, ഒരു ഫ്രീ തെറാപ്പിയാണ്. അങ്ങനെ ഈ പുസ്തകങ്ങൾ 3 വായിച്ചതിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ റൈറ്ററിനെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് മുതിരില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിതത്തിൽ ഇനി ഇതിനൊക്കെ മുതിരുമില്ല. ബട്ട് ഇദ്ദേഹത്തെ അറിയാത്ത ആളുകൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഉറപ്പായിട്ടും ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇപ്പോഴും വീഡിയോയുടെ ഇൻട്രോ കഴിഞ്ഞുള്ളൂ, ഇനി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എന്നെ ആകർഷിച്ച കാര്യങ്ങളിലൊന്ന്, ഇദ്ദേഹം ഒരു വൈദികനാണ്. അതായത് ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. നമ്മൾ പുരോഹിതന്മാർ പൊതുവെ പ്രാസംഗികരാണ്. അവർ പൂജയ്ക്കിടയിലും മാസിനിടയ്ക്കൊക്കെ ഒരുപാട് സംസാരിക്കും. ഇവരുടെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ പൊതുവെ കേൾക്കുന്ന കുറേ കഥകളുണ്ട്. അതായത് ബൈബിളിൽ തന്നെയും പിന്നെയും വർഷങ്ങളായി പറയുന്ന ചില കഥകൾ അതേപോലെ തന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില സാധനങ്ങളുണ്ട്. ഇപ്പം മാസിനൊക്കെ പോകുന്നവർക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ ചെന്നിരുന്ന എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു സാധനങ്ങൾ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ബോറാണ്. എനിക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും അങ്ങനെ, എനിക്കത് പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം ഈ 3 പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ജെൻസി കണ്ടംപററി സ്റ്റൈലാണ്. അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത്, വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തൊരു പേജിനകത്ത് അദ്ദേഹം പറയുന്നൊരു സാധനമുണ്ട്. ഒരു കഥ പറഞ്ഞു പോയിട്ട് അദ്ദേഹം ഇങ്ങനെ ഓക്കെ, പക്ഷേ ഫാക്റ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം പൊതുവേ നമ്മൾ 2 യുവാക്കൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്, പക്ഷേ ഒരു കാര്യം കേട്ടോ, നിങ്ങൾ ഫാക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്ക് എന്ന് നമ്മൾ പറയുന്ന കാഷ്വലി പറയുന്ന പോലെ പുള്ളി അങ്ങനെ കാഷ്വലി കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു പോയിട്ടുണ്ട്. അതും ജെൻസി മോഡൽ. അതായത് ഇപ്പം നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പെട്ടെന്ന് കേട്ടാൽ നമുക്ക് പരസ്പരം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പബ്ലിക് ടോക്കുകൾക്കകത്ത്, നമ്മൾ പ്രൈവറ്റ് ടോക്കുകൾക്കകത്ത് പറയുന്ന പോലെ അങ്ങനെ റിലേറ്റബിളായിട്ട് പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സും സെൻറ്റൻസസും ഒക്കെ ഉണ്ട് ചില കഥകൾക്കകത്ത്. അത് ഭയങ്കര രസമായിട്ട് പുള്ളി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഈ പുള്ളിയുടെ ഒരു പ്രസംഗമുള്ള പള്ളിയിലെങ്ങാനുമാണ് ഞാനുണ്ടെങ്കിൽ ആ പ്രസംഗം മൊത്തം ഞാൻ കേൾക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. കാരണം അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഹോളിവുഡ് സിനിമകൾ വരെ പുള്ളി റെഫറൻസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചില ഹോളിവുഡ് സിനിമകൾ വരെ അദ്ദേഹം റെഫറൻസസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you can meet a writer or a book or a quote from a book in every random page. ഏതെങ്കിലും ഒരു റാൻഡം പേജ് ചുമ്മാ എടുത്താൽ നിങ്ങൾക്ക് അവിടെ ഒന്നുകിൽ ഒരു എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു റാൻഡം തോട്ട്, ഇതിലേതെങ്കിലും ഒരു പേജിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടുമുട്ടും. പിന്നെ ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. സോ ഡെഫിനറ്റ്ലി ഹിസ് സൂപ്പർ ഹീറോ ഇസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യു ക്യാൻ മീറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇൻ എവറി 10 pages. ഇദ്ദേഹത്തിൻ്റെ ഈ 3 പുസ്തകങ്ങളിൽ എനിക്കത് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളിലും അത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എല്ലാം ഒരു 10 പേജ് കൂടുമ്പം യു ക്യാൻ മീറ്റ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ജീസസിനെ അവിടെ കാണാൻ പറ്റും. ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ മീറ്റ് ചെയ്യും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കഥ പറയും, അല്ലെങ്കിൽ ജീസസിൻ്റെ എന്തെങ്കിലും ഒരു തോട്ട് പറയും, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഐഡിയോളജി പറയും.
അതായത് എന്തെങ്കിലും ദർശനം പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുള്ളി പറഞ്ഞാണ് പോവുക. അപ്പം യു ക്യാൻ മീറ്റ് ഹിം ഇൻ എവരി 10 pages എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ, ഒരു നോവൽ എഴുതുമ്പം, ഒരു കാര്യങ്ങൾ പറയുമ്പം ആദ്യം ഒരു കഥാസന്ദർഭം ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ കഥാസന്ദർഭത്തിൽ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യും. കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്ത് ആ കഥാപാത്രങ്ങളുടെ വായിലേക്ക് കഥാകൃത്ത് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവരുടെ വായിലേക്ക് തിരികെ കയറ്റി അവരെ കൊണ്ട് സംസാരിപ്പിച്ച് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതി. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും ഇദ്ദേഹവും ആ പ്ലോട്ടിലുണ്ട്. അതായത് ഇപ്പോൾ ഒരു നറേറ്റർ ഇസ് ഇൻസൈഡ് ദി, എന്താ പറയുക, നമ്മൾ ആ നടക്കുന്ന സാധനത്തിനകത്ത് നറേറ്ററുണ്ട്. സോ ഇതാണ് സിറ്റുവേഷൻ, ഇന്നാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ അതിനകത്ത് പുള്ളി നിന്ന് ഇടയ്ക്കുന്ന ഡയലോഗ് അടിക്കും. നമ്മളൊരു കളി നടക്കുമ്പോൾ കളിക്കാർ മാത്രമല്ല റഫറിയും കൂടെ ഇടയ്ക്കുന്ന വിസിലടിക്കും പോലെ ഹീ ഈസ് ദെയർ ടു വിസിൽ അറ്റ് എവരി മൊമെൻറ്റ്. എവരി നൗ ആൻഡ് ദെൻ അവിടെ നിന്നൊരു ചെറിയ ഒരു വിസിലടിച്ച് ഞാനിതാണ് ഉദ്ദേശിച്ചത് കേട്ടോ, ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാനിതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതങ്ങനെ പറഞ്ഞു പോകുമ്പം നമുക്ക് കുറച്ചും കൂടി അതിങ്ങനെ ഓക്കെ പുള്ളി അതാണ് ഉദ്ദേശിച്ചത്, ഓക്കെ ഇതാണ് ഇവിടെ നടക്കുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എഴുത്തിൻ്റെ രീതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൽ പൊതുവെ ആളുകൾ കണ്ടിട്ടില്ലാത്തത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ രീതികളിലൊന്നായിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലും ഫാദർ ബോബി ജോസ് കട്ടിക്കാടൻ ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. അപ്പോൾ ഫാദർ, സാധാരണ നമ്മൾ അച്ഛന്മാരൊക്കെ പുസ്തകങ്ങൾ എഴുതുമ്പം അവർ FR എന്നിട്ടിട്ട് എഴുതും, അല്ലെങ്കിൽ മലയാളത്തിൽ അതനുസരിച്ച് ഇനിഷ്യലി മലയാളത്തിൽ കൺവേർട്ട് ചെയ്തിടും. സിസ്റ്റർമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇദ്ദേഹം ഫാദർ ബോബി ജോസ് കട്ടിക്കാടൻ ഒരു പുസ്തകത്തിലും കൊടുത്ത് കണ്ടിട്ടില്ല. എല്ലാത്തിലും ബോബി ജോസ് കട്ടിക്കാടനാണ് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാനുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യവും അദ്ദേഹത്തിൻ്റെ എഴുത്തും അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ളതും രണ്ടും ഇറ്റ്സ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ എ സിംഗിൾ പേഴ്സൺ. അല്ലാതെ അത് രണ്ടും കൂടി ഒരുമിച്ചല്ല പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ അത് കാണാൻ പറ്റും. അദ്ദേഹം ഹോളിവുഡ് സിനിമകളെപ്പറ്റി, പാട്ടുകളെപ്പറ്റി, മറ്റ് എഴുത്തുകാരെ പറ്റി, മറ്റ് മതങ്ങളെപ്പറ്റി, ഇതിനെപ്പറ്റി, മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഇമോഷൻസിനെ പറ്റി, എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെ പറ്റിയും, അതിൽ ലവ്, എല്ലാം വരും. ഇതിനെയൊക്കെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്ത് പോകുമ്പോൾ ഐ നോ ദാറ്റ്സ് അങ്ങനെ എഴുതി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി എ റൈറ്റർ ഫസ്റ്റ്. ഹി ഷുഡ് ബി എ പ്രോഗ്രസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരിക്കണം ആദ്യം. ഈ പുസ്തകം എടുത്ത് വായിക്കാൻ പോകുന്ന ഏതൊരു മനുഷ്യനെയും ത്രസിപ്പിക്കുന്ന ഫാക്റ്റുകളിലൊന്നായിരിക്കും അത്. ഫാദർ എന്നുള്ള സാധനം ടൈറ്റിലില്ല. എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഏച്ചുകെട്ടലുകളോ അല്ലെങ്കിൽ ഒരു ടൈറ്റിലുകളോ ഡെസിഗ്നേഷൻസോ ഇല്ല. ഇതാണ് ഞാനെന്ന വ്യക്തി എഴുതുന്ന പുസ്തകമാണ് എന്നുള്ള രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യൂ എനിക്ക്, ആ പെർസ്പെക്റ്റീവ് എനിക്കതൊന്ന് കിട്ടി ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ. ആ ഒരു അത് ഞാൻ ശ്രദ്ധിച്ച ഒരു സാധനമാണ്. എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയൊരു കാര്യങ്ങളിലൊന്നാണ്. പിന്നെ ഇപ്പോൾ ജോസഫ് ആണെങ്കിലും ജോപ്പനാണെങ്കിലും ജിസ് ജോയ് ആണെങ്കിലും ഒക്കെ അവരിങ്ങനെ ഒരുപാട് കഥകളിൽ ഇദ്ദേഹത്തിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ, അതായത് അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഇദ്ദേഹത്തിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പം ആക്ച്വലി ഹീ ഈസ് വർത്ത് ഇറ്റ്. ആക്ച്വലി ഹീ ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. അങ്ങനെ മെൻഷൻ ചെയ്യാൻ മാത്രം വേർത്തി ആയിട്ടുള്ളൊരു റൈറ്ററാണ്. ഈ ചില്ല് എന്നുള്ള പുസ്തകത്തിന് ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ തിരക്കിനിടയിൽ ഒരു 5 മിനിറ്റ് വന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം, അങ്ങനെ ആയിരിക്കണം പുള്ളി ഈ പേരിട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല അതുകൊണ്ടാണോ എന്ന്, പക്ഷേ എനിക്ക് അങ്ങനൊരു പേഴ്സ്പെക്റ്റീവാണ് ഈ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയത്. അതായത് കുറച്ച് നേരത്തേക്ക് മനസ്സൊന്ന് ശാന്തമാകണമെങ്കിൽ ഇവിടെ വന്നൊന്ന് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് യു ക്യാൻ ഫ്ലൈ അവേ, യു ക്യാൻ ഫ്ലൈ ബാക്ക് ഇൻ ടു യുവർ റിയാലിറ്റി. ബട്ട് വെൻ യു ഗെറ്റ് സോ മച്ച് ടയേർഡ്, നിങ്ങളുടെ ആ റിയാലിറ്റിയിൽ നിങ്ങൾ ഒത്തിരി ടയേർഡാകുമ്പം യു ക്യാൻ കം ബാക്ക് ആൻഡ് സിറ്റ് ഹിയർ ഫോർ ദ നെക്സ്റ്റ് 5 minutes ആൻഡ് റെസ്റ്റ് ആൻഡ് ദെൻ യു ക്യാൻ ഫ്ലൈ ബാക്ക് അഗെയിൻ. ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് ഫിലോസഫീസ് ഉള്ള ഒത്തിരി. മാത്രമല്ല ഇതിലങ്ങനെ എന്താ പറയുക, ഒരു സർട്ടൺ പെർസ്പെക്റ്റീവ് കൊണ്ട് മാത്രം എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ചിലത് മാത്രം അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് കഥകളുണ്ട്, ഇതിനകത്ത് സിനിമ ഉണ്ട്, ഇതിനകത്ത് മനുഷ്യൻ, യു നെയിം ഇറ്റ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടോ, ഒരു മനുഷ്യൻ്റെ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ പുസ്തകങ്ങളിൽ പുള്ളി നിറച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ, ജോപ്പനോട് നന്ദി പറയുന്നു, ജിസ് ജോയോട് നന്ദി പറയുന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ എനിക്കൊരവസരം, ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ എനിക്കൊരവസരം ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു റൈറ്ററിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നതിന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു റൈറ്ററിനെ റിവ്യൂ ചെയ്യാനുള്ള ഒരു സാഹസത്തിന് മുതിർന്നത്. ബിക്കോസ് ഞാനൊരു വൊറേഷ്യസ് റീഡറല്ല, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു ജ്ഞാനമുള്ള വ്യക്തിയൊന്നുമല്ല.
ഒരു റൈറ്ററിനെയും എടുത്തു വെച്ച് ഇതുപോലെ റിവ്യൂ ചെയ്യാൻ ധൈര്യപ്പെടുന്നുമില്ല, ഇപ്പോഴും ഇല്ല, ഇപ്പോൾ ധൈര്യപ്പെടുന്നില്ല. പക്ഷേ ഇതൊരു റിവ്യൂവിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ എഴുത്തുകാരനെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നുള്ള എൻ്റെ ഒരു ജെനുവിൻ തോട്ടിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ വരുന്നത് തന്നെ. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊരു സ്റ്റോറിൽ, ഒരു ബുക്ക് സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുക്കിനിടയിൽ ഈ പേര് കണ്ടാൽ, ബോബി ജോസ് കട്ടിക്കാട് കണ്ടു കഴിഞ്ഞാൽ, ഗോ ഫോർ ഇറ്റ്. ഞാൻ ഉറപ്പായും പറയും ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ഹാവൻ റീഡ് ഇറ്റ്, നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ടേസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ ഇറ്റ്. വായിച്ചവർക്ക് ഉറപ്പായിട്ടും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കാതെ ആ പുസ്തകം കടന്നു പോയിട്ടില്ല ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതെനിക്ക് തീർച്ചയായും ഉറപ്പായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങളിലൊന്ന്, താങ്ക് യു സോ മച്ച് ഫാദർ ബോബി, ബിക്കോസ് താങ്ക് യു ഫോർ എക്സിസ്റ്റിംഗ്. ആൻഡ് നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോഴാണല്ലോ നല്ല മനുഷ്യന്മാരുണ്ടാകുന്നത്. അത്തരത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിന്, പഠിപ്പിക്കുന്നതിന് താങ്ക് യു സോ മച്ച് ഫോർ എക്സിസ്റ്റിംഗ് ഡിയർ ബോബി, ഡിയർ ഫാദർ ബോബി. ഹിസ് ബുക്സ് ആർ സോ വാല്യുബിൾ. സോ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടേക്ക് ദറ്റ് ചാൻസ് ആൻഡ് റീഡ് ദ ബുക്സ്. ഇനി ഒരിക്കലും, ആൻഡ് ദിസ് ഇസ് മൈ ലാസ്റ്റ് തിങ്, ഇനി ഒരിക്കലും ഈ സാഹസത്തിന് ഞാൻ മുതിരില്ല. ഒരു റിവ്യൂ വീഡിയോ, റൈറ്ററിന് ഒരു റിവ്യൂ വീഡിയോ എടുത്ത് ഞാൻ ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. ഇഫ് ഇറ്റ്സ് നോട്ട് അപ്പ് ടു ദ മാർക്ക് എന്നോട് ക്ഷമിക്കുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ, ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ. ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഞാൻ അടുത്ത് തന്നെ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് comment your valuable thoughts about this video so that I could improve. Thank you so much. Bye bye.